OTT കച്ചവടം നടക്കുന്നില്ല, എക്സിബിഷനും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ നിർത്തുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശമെന്ന വിമർശനം ഉയരുന്നുണ്ട്. ഒരു സരോജ് കുമാർ പോയാൽ മറ്റൊരു സരോജ് കുമാർ വരും. കാലാകാലങ്ങളിൽ സിനിമയുടെ ചോര കുടിച്ച് അവർ കൊഴുക്കും. എനിക്ക് നല്ല വിഷമമുണ്ട് അല്ലടാ. പദവികൾക്കും പുരസ്കാരങ്ങൾക്കും പുറകെ ഭ്രാന്തന്മാരെ പോലെ അവർ ഓടിക്കൊണ്ടേയിരിക്കും. We are living in a very cruel society. ഒരാൾക്കൊന്ന് എന്ന മട്ടിൽ സംഘടനകൾ പിറവിയെടുക്കും. ജൂൺ മുതൽ സിനിമാ സമരം തുടങ്ങാനാണ് ഫിലിം ചേംബർ ഉദ്ദേശിക്കുന്നത്. വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ കൂടി ലക്ഷ്യമിട്ടാണ് മാർച്ച് 25 എന്ന തീയതി തീരുമാനിച്ചതെന്നാണ് അണിയറ സംസാരം. നായ നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ അതും സംഭവിച്ചു. ചലച്ചിത്ര മേഖലയിൽ അമ്മയും ഫെഫ്കയും ഒരു വശത്തും മറ്റ് സംഘടനകൾ മറുവശത്തുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് സർഗശേഷിയുള്ളവരുടെ കൈകളിലൂടെ സിനിമ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും.